അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയ ഹിൻഡൻബർഗ് റിസർച്ച് പ്രവർത്തനം നിർത്തുന്നു. സ്ഥാപകനായ നെയ്റ്റ് ആൻഡേഴ്സൺ തന്നെയാണ് സ്ഥാപന പ്രവർത്തനം നിർത്തുകയാണെന്നും അടച്ചുപൂട്ടുകയാണെന്നും വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. 2017 ഹിൻഡൻബർഗ് പ്രവർത്തനം ആരംഭിച്ചത്. വ്യവസായ ഭീമന്മാർ അടക്കമുള്ളവരുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നിരവധി ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020 നിക്കോള വാഹന കമ്പനിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു. അടുത്തിടെ കാർവാന എന്ന അമേരിക്കൻ കമ്പനിയെക്കുറിച്ചും ഹിൻഡൻബർഗ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തി. അദാനി ഗ്രൂപ്പിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ഹിൻഡൻബർഗിനെ കൂടുതൽ പ്രശസ്തമാക്കിയത്. അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനി കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കടലാസ് കമ്പനി വഴി $100 ബില്യൺ കൂട്ടിച്ചേർത്ത് ഓഹരിയിൽ കൃത്രിമം കാണിച്ചുവെന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ശേഷം സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരെയും വെളിപ്പെടുത്തലുകൾ നടത്തി. വിനോദ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഓഫ്ഷോർ കമ്പനികളിൽ മാധവി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ട് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആടിയുലയേണ്ടിയിരുന്ന ചില സാമ്രാജ്യങ്ങളെ ഉലച്ചുകൊണ്ടാണ് മടക്കമെന്നും പ്രോജക്ടുകളെല്ലാം പൂർത്തിയാക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ് ആൻഡേഴ്സൺ സ്ഥാപനം പൂട്ടുകയാണെന്ന കാര്യം തുറന്നു പറഞ്ഞത്. ഈ തീരുമാനം താൻ മുമ്പേ എടുത്തതാണെന്നും ഹിൻഡൻബർഗ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നുവെന്നും ആൻഡേഴ്സൺ തന്റെ വെബ്സൈറ്റിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV.